ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈനസ്റ്റർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസിലെ 9ാമത്തെ ചാപ്റ്ററായ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന ചാപ്റ്ററാണ്. ഇതിൽ പ്രധാനമായും ജീവിതശൈലി രോഗങ്ങളെപ്പറ്റിയും അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങളെപ്പറ്റിയൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നോക്കിപ്പോവാം. ജീവിത സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ ആഹാരശീലങ്ങളിൽ മാറ്റമുണ്ടായി. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ആരോഗ്യകരമായ ആഹാരശീലങ്ങൾ പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന കുറച്ച് ആഹാരശീലങ്ങളാണ് താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗം. അപ്പോൾ ഈ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന പോഷക ഘടകങ്ങളെല്ലാം കറക്റ്റ് അളവിൽ ശരീരത്തിന് ലഭിക്കൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഒരു ആഹാരശീലമാണ്. അടുത്തതായിട്ട് വറുത്തെടുത്ത ആഹാര വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം. അത് നമുക്ക് എല്ലാവർക്കും കൂടുതൽ താല്പര്യമുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് പൊരിച്ചതോ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തതോ ആയിട്ടുള്ള ആഹാര വസ്തുക്കളായിരിക്കും. പക്ഷേ ആവിയിൽ വേവിച്ച ആഹാര സാധനങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ അഭികാമ്യം. അടുത്തതായി പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗം. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോഷൻ മാഹ്, പിന്നെ ഈ കുറേ ആരോഗ്യ പദ്ധതികളും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും ഒക്കെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലെല്ലാം പ്രധാനമായിട്ട് പറയുന്നത് പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും എണ്ണയുടെയും നെയ്യുടെയും കൊഴുപ്പിൻ്റെയും അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവ അമിതമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് പല ജീവിതശൈലി രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി പറയുന്നതാണ് ബേക്കറി സാധനങ്ങളുടെ അമിതമായ ഉപയോഗം. അപ്പോൾ ബേക്കറി സാധനങ്ങളായിരിക്കും കൂടുതലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വലിയ താല്പര്യം. അപ്പോൾ അതിനകത്ത് empty calories എന്ന് പറയും. നമുക്ക് ശരീരത്തിന് ആവശ്യത്തിലധികം കലോറി ശരീരത്തിൽ എത്തിപ്പെടുന്നതിന് ഈ ബേക്കറി സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണമാവും. പിന്നെ അടുത്തതായിട്ട് ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കൽ. പൊരിപ്പ് കടകൾ അങ്ങനത്തുള്ള കടകളിൽ നിന്നെല്ലാം മിക്കവാറും ഉപയോഗിച്ച എണ്ണ തന്നെ ആയിരിക്കും അവർ വീണ്ടും ഉപയോഗിക്കുന്നത്. അവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ ഹാനികരമായിട്ട് ബാധിക്കും. കാരണം ഈ എണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോൾ, ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഘടന മാറുകയും വീണ്ടും അത് ശരീരത്തിന് ദോഷം വരുന്ന ഈവൻ കാർസിനോജനിക്, അതായത് അർബുദത്തിന് വരെ കാരണമാകുന്ന രീതിയിലേക്ക് ഉള്ള കാര്യമായിട്ട് ഈ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിച്ച പ്രശ്നം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഇന്നത്തെ തിരക്കിട്ട ഈ ഒരു ജീവിതചര്യക്കകത്ത് ആർക്കും സമയത്തിന് ആഹാരം കഴിക്കാനും കഴിക്കുന്ന ആഹാരം കറക്റ്റ് അളവിൽ കഴിക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതും നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന ആഹാരശീലങ്ങൾ ഉൾപ്പെടുത്താം. ഓക്കെ. പിന്നെ ഇത് അശ്രദ്ധയോടെ കഴിക്കുന്നത്, കറക്റ്റ് അളവിൽ കഴിക്കാത്തത്, സമയം തെറ്റി കഴിക്കുന്നത്, പിന്നെ ഈ കുറേ കൃത്രിമ നിറങ്ങളും മധുരവും ഒക്കെ ഉള്ള ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ ആകുമ്പോഴത്തേക്ക് ചില പോഷകങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കുന്നു. അപ്പോൾ കലോറി കൂടുതൽ empty calories എന്ന് പറയും. അതായത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെയൊക്കെ എത്തും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ തന്നെ സംഭരിക്കും കൊഴുപ്പിൻ്റെ രീതിയിൽ. പിന്നെ അത് കാലക്രമേണ പലതരം ജീവിതശൈലി രോഗങ്ങളിലേക്കും അനാരോഗ്യകരമായ പലതരം അവസ്ഥകളിലേക്കും ഒക്കെ നയിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉയരവും തൂക്കവും. ഈ ഉയരവും തൂക്കവും എന്നുള്ളതിൻ്റെ വളർച്ച പരിശോധിക്കാനുള്ളൊരു മാർഗമായിട്ട് നമുക്ക് ഈ ഉയര തൂക്ക പരിശോധന പറ്റും. ഉയര തൂക്ക പരിശോധനയുടെ ഇംഗ്ലീഷാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. BMI എന്ന ചുരുക്കെഴുത്തിലൂടെയാണ് നമ്മൾ പൊതുവെ അത് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്താം. അപ്പോൾ എങ്ങനെയാണ് BMI കണ്ടെത്തുന്നത്? BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. ആദ്യം തൂക്കം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ ഭാരം, അത് കിലോഗ്രാമിൽ വേണം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഉയരത്തിൻ്റെ സ്ക്വയർ, ഉയരം മീറ്ററിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഉയരം ഇൻറ്റു ഉയരം, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു കുട്ടിക്ക്, ഒന്നാമത്തെ കുട്ടിക്ക് 25 കിലോ ഭാരവും 120 സെൻറ്റിമീറ്റർ ഉയരവുമുണ്ട്. ആ കുട്ടിയുടെ BMI എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എത്ര കിലോഗ്രാമാണ് ആ കുട്ടിയുടെ തൂക്കം വരുന്നിരിക്കുന്നത്? 25 കിലോഗ്രാം. പിന്നെ ഭാരം കഴിഞ്ഞു. അടുത്തതിന് ശേഷം ഉയരം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അതിനെ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം.
അപ്പോൾ 1.20 ഇൻറ്റു 1.20 എന്നിങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കണക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 17.36. ഇതിവിടെ നിൽക്കട്ടെ. വീണ്ടും പുസ്തകത്തിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം. ഈ കുട്ടിയുടെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആ കുട്ടിയുടെ BMI നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ്? തൂക്കം ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം. തൂക്കം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 45 കിലോഗ്രാം. ഉയരം പറഞ്ഞിരിക്കുന്നത് 125 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ സെൻറ്റിമീറ്ററിലാണോ ചെയ്യുന്നത്? അല്ല, നമ്മളത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 1.25 ഇൻറ്റു 1.25. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് 28.85 എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ കിട്ടിയ ഉത്തരം 17.36, രണ്ടാമത്തെ കുട്ടിയുടെ 28.85. രണ്ടുപേരുടെയും BMI കണ്ടെത്തിയല്ലോ. അവ തന്നിരിക്കുന്ന പട്ടികയുമായി ഒത്തുനോക്കി രണ്ടുപേരുടെയും ശരീരാവസ്ഥ കണ്ടെത്തൂ. അപ്പം നമുക്കിനി അത് നോക്കാം. ആദ്യത്തെ കുട്ടിയുടെ 17.36. അപ്പോൾ അത് ഈ 18.5 കുറവാണ്. അതായത് ഭാരക്കുറവ് എന്നുള്ളൊരവസ്ഥയിലാണ് കുട്ടി നിൽക്കുന്നത്. ഈ കുട്ടി നിൽക്കുന്നത് അപ്പോൾ ഭാരക്കുറവ് എന്നുള്ളൊരവസ്ഥയിലാണ്. രണ്ടാമത്തെ കുട്ടിയുടെയോ 28.85. അതെന്ന് പറഞ്ഞേക്കുന്നത് ഈ അമിതവണ്ണം എന്നുള്ളൊരവസ്ഥയിൽ 25-നും 29.9-നും ഇടയ്ക്കുള്ള അമിതവണ്ണം എന്നുള്ളൊരവസ്ഥയിലാണ് രണ്ടാമത്തെ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പട്ടിക നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ശരിയായ ഭാരം പറയുന്നത് 18.5-നും 24.9-നും ഇടയ്ക്കാണ്. അപ്പോൾ ഈ ഒരു BMI കിട്ടുവാണെങ്കിൽ ആ കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടിയായാലും മുതിർന്നവരാണെങ്കിലും ശരിയായ ഭാരത്തിലാണ്. 18.5-ൽ കുറയുകയാണെങ്കിൽ ഭാരക്കുറവും 25-ൽ കൂടുകയാണെങ്കിൽ അമിതവണ്ണം. അമിതവണ്ണത്തിനെ തന്നെ നമുക്ക് വീണ്ടും 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിൽ തന്നെ 29.9-ന് ശേഷമാണ് വരുന്നത്. അതായത് 30 മുതൽ 34.9 വരെയാണെങ്കിൽ പൊണ്ണത്തടിയുടെ ഒന്നാം ഘട്ടമെന്നും 35 മുതൽ 39.9 വരെയാണെങ്കിൽ പൊണ്ണത്തടിയുടെ രണ്ടാം ഘട്ടമെന്നും 40-ന് മുകളിലാണെങ്കിൽ പൊണ്ണത്തടിയുടെ മൂന്നാം ഘട്ടമെന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ നിഗമനത്തിനകത്ത് ഒന്നാമത്തെ കുട്ടിയുടെ ശരീരാവസ്ഥ ഭാരക്കുറവും രണ്ടാമത്തെ കുട്ടിയുടെ ശരീരാവസ്ഥ അമിതവണ്ണവുമാണ്. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ BMI കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് BMI കണ്ടെത്തണമെങ്കിൽ ആദ്യം തൂക്കത്തിനെ ഉയരം ഇൻറ്റു ഉയരം കൊണ്ട് ഹരിക്കുക. തൂക്കം എപ്പോഴും കിലോഗ്രാമിലും ഉയരം എപ്പോഴും മീറ്ററിലും ആവാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. 18.5-ഉം 24.9-നും ഇടയ്ക്കാണെങ്കിൽ ശരിയായ ഭാരവും, 18.5-ൽ താഴെയാണെങ്കിൽ ഭാരക്കുറവും, 25-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണവും ആയിരിക്കും. പിന്നെ അതിൽ 3 ഘട്ടങ്ങളുണ്ട്. 30 മുതൽ 34.9 വരെ പൊണ്ണത്തടി ഒന്നാം ഘട്ടം, 35 മുതൽ 39.9 വരെ പൊണ്ണത്തടി രണ്ടാം ഘട്ടം, 40-ന് മുകളിലാണെങ്കിൽ പൊണ്ണത്തടി മൂന്നാം ഘട്ടം എന്നിങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. അതിനുശേഷം അടുത്തതായിട്ട് പറയുന്നത് ആഹാരശീലങ്ങളെ പറ്റിയാണ്. നല്ല ആഹാരശീലങ്ങൾ, അതൊക്കെ നമുക്ക് കോമൺലി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് അല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നു, നല്ല ശീലം. അമിതമായി ഭക്ഷണം കഴിക്കുന്നു, നല്ല ശീലമല്ല. ഒരേ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ആഹാരം എന്നും കഴിക്കുന്നു, അല്ല. വൈവിധ്യമാർന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നു, അത് നല്ല ശീലമല്ല. കറക്റ്റ് സമയത്താണ് ആഹാരം കഴിക്കേണ്ടത്. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ഉൾപ്പെടുത്തുന്നു, അത് നല്ല ശീലമാണ്. ആവശ്യത്തിൽ അളവിൽ ആഹാരം കഴിക്കുന്നു, നല്ല ശീലമല്ല. അങ്ങനെ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്. അടുത്തതായിട്ട് ആഹാരവും വ്യായാമവും. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ശരിയായ ആഹാരം, ശരിയായ ഉറക്കം, ശരിയായ വ്യായാമം. അപ്പോൾ രണ്ടാമത്തെയാണ് വ്യായാമം. അപ്പോൾ കറക്റ്റ് രീതിയിൽ വ്യായാമം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള നമ്മുടെ ഔട്ട്ഡോർ ഗെയിംസൊക്കെ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഓരോ കളികൾ, അങ്ങനത്തെ ഉള്ളത്, ഫുട്ബോള്, ക്രിക്കറ്റ്, അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തു പോയി കളിക്കുന്ന ഇതും നല്ലതാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വ്യായാമവും ഒക്കെ കിട്ടത്തുള്ളൂ. പേശികൾക്ക് ബലവും നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി പോലത്തുള്ള കാര്യങ്ങളും എല്ലാം കൂടി വരത്തുള്ളൂ. വൈറ്റൽ കപ്പാസിറ്റി മീൻസ് നമുക്ക് എത്രത്തോളം ശ്വാസം എടുക്കാൻ പറ്റും, അത് ആ ഒരു ശ്വാസം കറക്റ്റ് രീതിയിൽ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് ഓക്സിജൻ്റെ അളവൊക്കെ കറക്റ്റ് രീതിയിലും എല്ലാ സെൽസിനും നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടുകയും അത് ശരീരത്തിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പുറത്തുള്ള കളികളാണ് ഇൻഡോർ ഗെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചെസ്സ് അങ്ങനത്തുള്ള കളികളല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വീഡിയോ ഗെയിം പോലത്തെ കളികൾ മാത്രം കളിക്കാതെ പുറത്തു പോയി കളിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്ത മൂന്നാമതായിട്ട് ഉള്ള ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഉറക്കത്തിൻ്റെ പ്രാധാന്യം. ഉറക്കത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇന്നത്തെ കാലത്ത് കുറേ ആളുകൾക്കൊന്നും ഇല്ലാത്ത കാര്യമാണ് ഉറക്കം. പക്ഷേ നല്ല വ്യായാമവും നല്ല ഭക്ഷണവും ഉണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ഉറക്കവും കൂടി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ആരോഗ്യം കിട്ടത്തുള്ളൂ. അപ്പം ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ലാപ്ടോപ്പും ഗെയിമും അങ്ങനത്തുള്ള ഉപയോഗമൊക്കെ കാരണമാണ് ഇന്ന് ഉറക്കക്കുറവ് സർവ്വസാധാരണമായത്. ഉറക്കക്കുറവ്, കാഴ്ച പ്രശ്നങ്ങൾ, സ്ക്രീൻ അഡിക്ഷൻ, ഉത്കണ്ഠ, ശരീരം ഭാരം വർദ്ധിക്കൽ, വിശപ്പില്ലായ്മ, ക്ഷീണം, ഇതെല്ലാം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുന്നത് കൊണ്ടുണ്ടാവും. ഇനി ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വായിച്ചു നോക്കാം. ഉറക്കം. രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രി നാം ഉറങ്ങുമ്പോഴാണ്. അതിനാൽ രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരമാകില്ല പകലത്തെ ഉറക്കം. ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല. അതായത് നിങ്ങളുടെ പ്രായത്തിലുള്ള എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലുള്ളവർക്കും 7 മുതൽ 8 മണിക്കൂർ ഉറക്കം വരെ അത്യാവശ്യമാണ്. അപ്പോൾ രാത്രി ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ ശരീരം തീർക്കുന്നത്. പിന്നെ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നതും രാത്രി നാം ഉറങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കറക്റ്റ് രീതിയിൽ അടുക്കി പിറക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിൽ തലച്ചോറിൽ സംഭരിക്കുന്നത് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്താണ്. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും. ഉറക്കത്തിൻ്റെ രഹസ്യം ഇത് നമുക്ക് വേണേ അവരധിക വായനയ്ക്കെന്ന് എഴുതിയേക്കുന്നെങ്കിൽ നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ്. അപ്പോൾ ഉറക്ക ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. മെലാറ്റോണിൻ കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടുന്നത് എപ്പോഴാണ്? രാത്രിയിൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാറ്റോണിനാണ്. മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഗ്രന്ഥി, അതായത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മെലാറ്റോണിൻ ഉൽപ്പാദിക്കപ്പെടുന്നത്. പ്രഭാതമാവുമ്പോൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യം മൂലം ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവ കുടിക്കരുത്. ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായി ഉണ്ടാകാം. അപ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത് 2-3 കാര്യങ്ങളുണ്ട്. അപ്പം ഉറക്ക ഹോർമോൺ ഏതാണ്? ഉറക്ക ഹോർമോൺ എന്ന് പറയുന്നത് മെലാറ്റോണിനാണ്. മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ്. ഇത് ഏത് ഗ്രന്ഥിയാണ്? ഗ്രന്ഥി മീൻസ് ഗ്ലാൻഡ്. ഏത് ഗ്ലാൻഡാണ് ഇതുണ്ടാക്കുന്നത്? പിനിയൽ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയാണ് പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയും. ഈ പിനിയൽ ഗ്ലാൻഡാണ് നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത്ര ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാറ്റോണിൻ. ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിൽ. ശരീരത്തിലെ പിനിയൽ എന്ന ഗ്രന്ഥി ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മെലാറ്റോണിൻ ഉൽപ്പാദിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിനകത്ത് ഓർക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ജീവിതശൈലി രോഗങ്ങളെ പറ്റിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.